ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് റെഡ്മി നോട്ട് 3യുടെ ചാർജിങ് കംപ്ലയിൻറ്റ്, ഓഡിയോ കംപ്ലയിൻറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ബൈക്ക് കവർ അഴിക്കാം. ബൈക്ക് കവർ അഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ക്രൂസ് ഉണ്ടാകും. ആ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിക്കാം. ആദ്യം തന്നെ ചാർജിങ് കണക്ടറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണം. ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണം. ചാർജിങ് കണക്ടറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ചാർജിങ് കണക്ടർ മാറണം. ഇതിൽ ആദ്യം കാണുന്ന ഈ പോയിൻ്റാണ് പോസിറ്റീവ്. ഇതാണ് പോസിറ്റീവ്. ഈ ഏറ്റവും ഒടുവിൽ കാണുന്നതാണ് നെഗറ്റീവ്. ഈ രണ്ട് പോയിൻറ്റും കറക്റ്റാണോ എന്ന് നോക്കുക. ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ മുകളിൽ ഈ കാണുന്നതും ചാർജിങ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പോണൻ്റാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണക്ടറിൻ്റെ അവിടെ വല്ല വാട്ടർ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണം. കണക്ടറിലും നോക്കണം, ആ സ്ട്രിപ്പിലും നോക്കണം. വാട്ടർ ഡാമേജ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് മാറുകയോ ക്ലീൻ ചെയ്യുകയോ എന്നാണെന്നൊരിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ മുകളിൽ ഈ കണക്ടർ വരുന്നിടത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ അടിയിൽ കാണുന്ന രണ്ടാമത്തെ പോയിൻറ്റിലേക്കാണ് പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നത്. രണ്ടാമത്തെ ഗോൾഡൻ പോയിൻറ്റ് അവിടെ ബി ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടാണ് പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നത്. അഥവാ നിങ്ങളുടെ പോസിറ്റീവ് ലൈന് ഇവിടം വരെ വരുന്നില്ലെന്നൊരു നിങ്ങൾക്കൊരു ജമ്പർ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ കണക്ടർ നോക്കണം വാട്ടർ ഡാമേജ് ഉണ്ടോ എന്ന്. ഈ പോയിൻറ്റിലേക്കാണ് കയറുന്നത്. ഈ പോയിൻറ്റിലേക്ക് നിങ്ങൾക്ക് 5 വോൾട്ടേജാണ് വരേണ്ടത്. 5 വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ പോയിൻ്റ്, ഈ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബീപ്പ് സൗണ്ടാണ് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടിംഗ് ആയിരിക്കും. ഷോർട്ടിംഗ് ആണെന്നൊരിൽ നിങ്ങൾ ഈ സ്ട്രിപ്പിൻ്റെ ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ വരുന്നത് ബോർഡിൽ ഒരു കമ്പോണൻറ്റ് വരുന്നുണ്ട്. അത് ബോർഡിൽ ചെക്ക് ചെയ്യാനായിട്ട് ഇതാണ് ആ കമ്പോണൻറ്റ്, ഈ ഡയോഡാണ്. ഈ ഷീൽഡിൻ്റെ തൊട്ടടിയിരിക്കുന്ന ഡയോഡ്. പിന്നെ നിങ്ങൾക്ക് ഈ ബോർഡിൽ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഈ വി ചാർജ് എന്ന് എഴുതിയേക്കുന്ന ഗോൾഡൻ പോയിൻറ്റും ഇതിൻ്റെ ഗ്രൗണ്ടുമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഷോർട്ടിംഗ് ആണോ എന്നറിയാൻ പറ്റും. പിന്നെ ഈ ഷീൽഡിനകത്തിരിക്കുന്നത് ഓഡിയോ ഐ സി ആണ്. ഈ ഓഡിയോ ഐ സിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് ഹെഡ്ഫോണിൻ്റെ സിമ്പലൊക്കെ വരാവുന്നതാണ്. സ്പീക്കർ കേൾക്കില്ല, റിങ്ങർ കേൾക്കില്ല, മൈക്ക് കേൾക്കില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാവുന്നതാണ്. പിന്നെ ചാർജിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ താഴത്തെ ആ പ്ലേറ്റ് ആദ്യം തന്നെ മാറി നോക്കുക. ആ ബോർഡൊന്ന് മാറി നോക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ ചാർജിങ് ഷോർട്ടാണെന്നൊരു, മദർ ബോർഡിലെ കേസാണെന്നൊരു, ഇവിടെ ഈ ഡയോഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ടാമത്തെ പോയിൻറ്റിലേക്കാണ് ചാർജിങ്ങിൻ്റെ 5 വോൾട്ടേജ് വരേണ്ടത്. അവിടെ വി ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ ഡയോഡ് റിമൂവ് ആക്കുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യാം. അതിലൊരു വ്യത്യാസമൊന്നും വരുന്നതല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.